റോഡ് ഇല്ലാത്തിടത്ത്, റൺവേ ഇല്ലാത്തിടത്ത് ഒരു പറക്കുന്ന ആശുപത്രി നേരിട്ടെത്തി ജീവൻ രക്ഷിച്ചാൽ എങ്ങനെയിരിക്കും? ഇതൊരു സിനിമയിലെ കഥയല്ല, ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന ഒരു യഥാർത്ഥ പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ സ്റ്റാർട്ടപ്പായ ലൈറ്റ് ഏവിയേഷൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഏകദേശം 500 മില്യൺ യൂറോയുടെ വമ്പൻ ഓർഡർ. അതും സാധാരണ വിമാനത്തിനല്ല, ഫ്ലൈയിങ് ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന സ്കൈ ക്ലിനിക് എന്ന വിമാനത്തിനായുള്ള വമ്പൻ ഓഫറിന്റെ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ് സ്കൈ ക്ലിനിക്? സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. ഇതൊരു ആശുപത്രിയാണ്, പക്ഷെ നിലത്തുള്ളതല്ല, ആകാശത്ത് നിന്ന് നേരിട്ട് എത്തുന്ന ഒരു ചികിത്സാ യൂണിറ്റ്. ദുരിതബാധിത പ്രദേശങ്ങളിലോ ദൂരെയുള്ള ഗ്രാമങ്ങളിലോ റോഡ് സൗകര്യം ഇല്ലെങ്കിലും ഈ വിമാനം നേരിട്ടെത്തി അവിടെ തന്നെ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള വലിയ ചികിത്സകൾ നടത്താൻ സാധിക്കുന്ന ഒരു സംവിധാനമാണിത്. എങ്ങനെയാണ് സ്കൈ ക്ലിനിക് പ്രവർത്തിക്കുക? പറഞ്ഞുതരാം. സ്കൈ ക്ലിനിക് ഒരു പ്രത്യേക തരത്തിലുള്ള വിമാനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. അതായത് നിലത്ത് നിന്നും കുത്തനെ മുകളിലേക്കും അതുപോലെ തന്നെ മുകളിൽ നിന്ന് നിലത്തേക്ക് കുത്തനെ താഴേക്കും ഇറങ്ങാനുള്ള സംവിധാനം ഇതിനുണ്ട്. സാധാരണ പ്ലെയിനുകൾ പറന്നു പോകുന്നത് പോലെ റൺവേയിലൂടെ മുന്നോട്ട് കുതിച്ച് ഒരുപാട് ദൂരം തറയിലൂടെ ഓടിയതിനു ശേഷം ഉയർന്നു പോകുന്ന രീതിയല്ല ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് റൺവേ ആവശ്യമില്ല. നേരിട്ട് ഉയർന്നു പറക്കും, നേരിട്ട് കുത്തനെ താഴേക്കും ഇറങ്ങും. അതോടൊപ്പം ഹൈഡ്രജൻ അതുപോലെ തന്നെ ഇലക്ട്രിക് പവർ ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് സിസ്റ്റമാണ് ഇതിലുള്ളത്. ഇത് ഭാവിയിലെ എയർ ട്രാൻസ്പോർട്ടിന്റെ ഒരു വലിയ മാറ്റം തന്നെയാണ്. ഈ പദ്ധതി നമ്മുടെ ഇന്ത്യയുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മുംബൈ ആസ്ഥാനമായ വി മാൻ ഏവിയേഷൻ 10 സ്കൈ ക്ലിനിക് വിമാനങ്ങൾക്ക് കരാർ ഒപ്പുവച്ചിരിക്കുകയാണ്. ഇവ ഇന്ത്യയിൽ വിന്യസിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. ഇത് ഇന്ത്യയിലെ ആരോഗ്യ സേവന രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതിപ്പോൾ കണ്ടീഷണൽ ഓർഡർ ആണ്. അതായത് ചില ഘട്ടങ്ങൾ പൂർത്തിയായാൽ മാത്രമേ പൂർണ്ണ കരാറായി മാറൂ എന്നതാണ്. ഇതിനായി ഇതിനകം 10 മില്യൺ യൂറോയുടെ നിക്ഷേപവും നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ലൈറ്റ് ഏവിയേഷൻ 2023 ആരംഭിച്ച ഒരു പുതിയ കമ്പനിയാണെങ്കിലും ഇവരുടെ ലക്ഷ്യം വളരെ വലുതാണ്. ചെറിയ എയർ ടാക്സികൾക്ക് പകരം വലിയ വിമാനങ്ങളാണ് ഇവർ ലക്ഷ്യമിടുന്നത്. സ്കൈ ക്ലിനിക് കൂടാതെ സ്കൈ ബസ്, സ്കൈ ട്രക്ക് പോലെയുള്ള പദ്ധതികളും ഇവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിമാനം പൂർണ്ണമായി തയ്യാറായിട്ടില്ല. കഴിഞ്ഞ വർഷം ഡിസൈൻ പരിശോധന പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടം വരുന്നത് ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുക, അതിനുശേഷം പൂർണ്ണ വലിപ്പത്തിലുള്ള മോഡൽ നിർമ്മിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇനി എന്ന് യാഥാർത്ഥ്യമാകുമെന്നാണോ ചിന്തിക്കുന്നത്? എന്നാൽ ആ ചിന്ത വേണ്ട. ഈ പദ്ധതിക്ക് കുറച്ച് സമയം വേണ്ടിവരും. എന്നിരുന്നാലും സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ 6 മുതൽ 7 വർഷം വരെ സമയം എടുക്കാമെന്നതാണ്. അതിനാൽ 2030കളുടെ തുടക്കത്തിൽ ഇത് സർവീസിൽ എത്താൻ സാധ്യതയുമുണ്ട്.